3 പതിറ്റാണ്ട് നീണ്ട ഇടതുകോട്ട തകർത്ത് ഭരണം പിടിച്ച പെരിന്തൽമണ്ണയിൽ UDFിലെ പച്ചേരി സുരയ്യ ഫാറൂഖ് പുതിയ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൗൺസിൽ ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 21 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് സുരയ്യ അധികാരമേറ്റത്. രാവിലെ 10:30 ആരംഭിച്ച വോട്ടെടുപ്പിൽ 37 അംഗ കൗൺസിലിൽ 21 പേർ സുരയ്യ ഫാറൂഖിന് വോട്ട് രേഖപ്പെടുത്തി. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അമ്പിളി മനോജിന് 16 വോട്ടുകൾ ലഭിച്ചു. വോട്ടെടുപ്പിന് ശേഷം വരണാധികാരി മുൻപാകെ സുരയ്യ ഫാറൂഖ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. UDF പ്രവർത്തകർ നഗരസഭാ പരിസരത്ത് വലിയ ആഹ്ലാദ പ്രകടനവും നടത്തി. മുദ്രാവാക്യം വിളികളോടെയാണ് പുതിയ ചെയർപേഴ്സണെ പ്രവർത്തകർ വരവേറ്റത്. നഗരസഭയിലെ ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നും വികസന കാര്യങ്ങളിൽ മുൻഗണന നൽകുമെന്നും സ്ഥാനമേറ്റെടുത്ത ശേഷം പച്ചേരി സുരയ്യ ഫാറൂഖ് പറഞ്ഞു. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സഹായം ചെയ്ത് കാഴ്ചവെക്കും. മുനിസിപ്പൽ ഓഫീസിനെ ഒരു ജനസൗഹൃദ ഓഫീസായി മാറ്റും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ എല്ലാ സൗകര്യങ്ങളും റോഡ്, കുടിവെള്ളം, ലൈറ്റ് എന്നിവയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകും. UDFിന്റെ വലിയ നേതൃനിരയാണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട്. അതെ, അതിപ്പോ ഞാൻ കയറി ഇരുന്നിട്ടുള്ളൂ. അവരുടെ കൂടെ കൂട്ട നേതൃത്വത്തോട് കൂടി ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കും. LDFിന്റെ 30 വർഷത്തെ ഭരണം നഗരസഭയെ വലിയ കടക്കെണിയിലേക്കാണ് തള്ളിയിട്ടതെന്ന് UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ ആരോപിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി തനത് ഫണ്ടിന് ഒരുപാട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന നഗരസഭയാണ് മലപ്പുറം നഗരസഭ. പക്ഷെ അവിടെ നല്ലൊരു കുന്നിന്റെ മുകളിൽ എന്ന് പറയുന്ന നല്ലൊരു പാർക്ക് ഉണ്ട്. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇവിടെ കുളിർമല പോലെയുള്ള ഒരുപാട് നല്ല ഹിൽസ് ഏരിയകളുണ്ട്. നല്ല പ്രോജക്റ്റുകളും പാർക്കുകളും ഒക്കെ കൊണ്ടുവരാം. അപ്പൊ അതുപോലെയുള്ള സംവിധാനങ്ങള് നല്ല രീതിയിൽ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഭരണമായി മാറണം എന്നെല്ലാം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ നഗരസഭയിലെ കൗൺസിലർ അംഗമായിരുന്നു, ഫൈനാൻസ് കമ്മിറ്റി അംഗം കൂടിയാണ്. വലിയ കടബാധ്യതയായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ കൃത്യമായ കടബാധ്യത, എത്ര രൂപ നഗരസഭയ്ക്ക് കടമുണ്ട് എന്നുള്ളത് ഒരു ധവളപത്രം പോലെയുള്ള ഒരു കാര്യം മുഴുവൻ ജനങ്ങളെയും, നഗരസഭയ്ക്കകത്തുള്ളയും പുറത്തുള്ളയും മുഴുവൻ ജനങ്ങളെയും സത്യസന്ധമായ ഒരു റിപ്പോർട്ട് പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് വേണം ഇത് മുന്നോട്ട് പോകാന് എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഉള്ളിലുള്ള ആഗ്രഹം. പ്രതിസന്ധികളെ മറികടന്ന് നഗരസഭയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCN പെരിന്തൽമണ്ണ.